വിശക്കുന്നവർക്ക് കൈത്താങ്ങായി തൃശൂർ കൊരട്ടി പോലീസ്. ഒരു ദിവസം പോലും മുടങ്ങാതെ 5 വർഷമായി കൊരട്ടി ജംഗ്ഷനിൽ ഭക്ഷണം വിതരണം ചെയ്യുകയാണിവർ. പോലീസ് തുടങ്ങിവെച്ച പദ്ധതി ഇപ്പോൾ നാട്ടുകാർ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് കർത്തവ്യങ്ങളുണ്ട്. പക്ഷേ വിശക്കുന്നവർക്ക് അന്നമേകുക എന്നുള്ള ഒരു കർത്തവ്യം ആദ്യം കൊരട്ടിയിൽ തുടങ്ങിയത് കൊരട്ടി പോലീസിൻ്റെ നേതൃത്വത്തിലാണ്. കൊരട്ടി പോലീസ് തുടങ്ങി വെച്ച ആ ഒരു കാര്യം ഇപ്പോൾ എല്ലാവരും തന്നെ ഏറ്റെടുത്ത് 5 വർഷം പൂർത്തിയാവുകയാണ്. ഈ വരുന്ന ഒക്ടോബർ 2-ന് ഇപ്പോൾ കൊരട്ടി പാഥേയം 5-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. കോവിഡ് കാലത്ത് ആരും പുറത്തിറങ്ങാത്ത സമയം കൊരട്ടി CI ആയിരുന്ന അരുണാണ് ഈ ആശയത്തിന് തുടക്കം കുറിച്ചത്. ദേശീയപാതയിലൂടെ പോകുന്ന ആംബുലൻസിൻ്റെയും ചരക്ക് ലോറികളുടെയും ഒക്കെ ഡ്രൈവർമാർക്ക് ഭക്ഷണം ലഭിക്കാതായി. ഈ സമയത്ത് ഒരു കട പോലും തുറക്കുന്നുണ്ടായിരുന്നില്ല. അവർക്ക് ആശ്വാസമായി ഭക്ഷണപ്പൊതികൾ പോലീസ് നൽകാൻ തുടങ്ങി. ലോക്ക്ഡൗൺ അവസാനിച്ച് എല്ലാം പഴയപടി ആയപ്പോഴും ഈ പദ്ധതി തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ കൊരട്ടി പോലീസ് തുടങ്ങിവെച്ച ഈ പ്രവൃത്തി നാട്ടുകാർ ഏറ്റെടുത്തു. ഇപ്പോൾ എല്ലാവരും ചേർന്ന് കൊരട്ടി സെന്ററിൽ പാഥേയം എന്ന പേരിൽ വിശപ്പകറ്റാനുള്ള ഒരു അലമാര സ്ഥാപിച്ചിരിക്കുകയാണ്. 1-2 5-ാം വർഷത്തിലേക്ക് കടക്കുകയാണ് പാഥേയം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വരുന്നവരുണ്ട്. പാക്കറ്റുകൾ മുഴുവനും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഓണവും ക്രിസ്മസും വരുമ്പോൾ ഓണത്തിന് ഇവിടെ ഇലയിട്ട് സദ്യ ജനകീയമായിട്ട് നമ്മുടെ മെമ്പർമാരുൾപ്പെടെ നടത്തുന്ന ഒരു പരിപാടികളുണ്ട്. ക്രിസ്മസിനുണ്ട്. അത് പോലീസ് ഉൾപ്പെടെ ഇവിടെ വന്നിരുന്ന ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ തുടക്കകാലത്ത് കൊറോണ സമയത്ത് ലോറിക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്താണ് ഞാനിവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ പാഥേയം ആരംഭിക്കുന്നതിന് ഞാനിവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയി. ഇത്തവണ ട്രാൻസ്ഫർ ആയിട്ട് വന്നപ്പോൾ ഈ പാഥേയം തുടങ്ങിയതായിരുന്നു. ഇത് നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ ഇത് ഇവിടുത്തെ മെർച്ചൻസ് അസോസിയേഷനും മറ്റു വേണ്ടപ്പെട്ടവരും എല്ലാവരും ചേർന്ന് നടത്തിക്കൊണ്ടുകൊണ്ട് എല്ലാ ദിവസവും 11:30-ക്ക് ഭക്ഷണപ്പൊതികൾക്കായി ഒരുപാട് പേർ ഇവിടെ കൂടും. ഒരു നേരത്തെ വിശപ്പകറ്റാൻ 25 പൊതികൾ വെച്ചുകൊണ്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് ആവശ്യക്കാരുടെ എണ്ണം കൂടിയപ്പോൾ നമ്മളത് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ 40ഓളം ഭക്ഷണപ്പൊതികളാണ് നമ്മളിവിടെ വയ്ക്കാൻ തുടങ്ങിയത്. ഇതിന് ഈ 5 വർഷം പിന്നിടുമ്പോഴും ഇതിന് സംഘടനാ സംവിധാനങ്ങളില്ല. കൊരട്ടി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ആരൊക്കെ മാറിയാലും ഈ സേവനം തുടർന്നുകൊണ്ടേയിരിക്കും. അത് വിശക്കുന്നവർക്ക് വേണ്ടിയുള്ള പോലീസിന്റെ കരുതലാണ്. ഒരാളിൽ നിന്ന് പോലും സംഭാവന പിരിക്കുന്നില്ല. സന്നദ്ധരായ നാട്ടുകാരും സ്കൂൾ കുട്ടികളും എല്ലാമാണ് ഇവിടെ സ്നേഹത്തിന്റെ ഭക്ഷണപ്പൊതികൾ എത്തിക്കുന്നത്. പോലീസ് തുടങ്ങിവെച്ച നന്മ അങ്ങനെ നാട്ടുകാരിലൂടെ ഒരുപാട് പേർക്ക് വിശപ്പകറ്റുകയാണ് ഇവിടെ. സുജീവ ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.